അമേരിക്കയുടെ F-15 ഈഗിൾ വിമാനം തകർത്തെന്ന് ഇറാൻ. പടിഞ്ഞാറൻ കുവൈത്തിന് മുകളിലാണ് യുദ്ധവിമാനം വീണത്. പൈലറ്റ് പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു. പൈലറ്റിനെ ആംബുലൻസിലാക്കി കൊണ്ടുപോകുന്നതിന്റെയും F-15 നിലം പതിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട്. വിമാനത്തിൽ നിന്നും പുക ഉയരുന്നതും പലവട്ടം മറിഞ്ഞ് താഴത്ത് പതിക്കുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. കുവൈറ്റിലെ US എംബസിയെയും ഇറാൻ ആക്രമിച്ചു. എംബസിയിൽ നിന്ന് പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇതിനു പുറമെ റിഫൈനറികളിലും ഇറാൻ ആക്രമണം നടത്തി. ആക്രമണത്തിൽ അഹമ്മദി റിഫൈനറിയിലെ 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. എന്നാൽ അബദ്ധത്തിൽ കുവൈറ്റ് തന്നെ വിമാനം വെടിവെച്ച് വീഴ്ത്തിയതാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മധ്യപൂർവേഷ്യയിൽ ഇറാൻ വീണ്ടും ആക്രമണം ശക്തമാക്കി. കുവൈറ്റിലും ബഹ്റൈനിലും ദോഹയിലും അബുദാബിയിലും ദുബായിലും ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം വിമാനം തകർന്ന വിവരം US സൈന്യം സ്ഥിരീകരിച്ചിട്ടില്ല. US സെൻട്രൽ കമാൻഡും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം നടന്നുവരികയാണെന്നാണ് സൂചന. അതിനിടെ വടക്കൻ ഇസ്രായേൽ ആക്രമിച്ചതിന് പ്രതികാരമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലെബനനിൽ 31 പേർ കൊല്ലപ്പെട്ടു. 149 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇസ്രായേലിനെതിരെ ലെബനനിൽ നിന്ന് കനത്ത ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെ 50 ഗ്രാമങ്ങളിലുള്ളവരോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുകയും ആക്രമണം നടത്തുകയുമായിരുന്നു.